Hi everyone, welcome to my channel. So what I'm today going to do is color my hair. So ഇത് പാടിപ്പോയത് നമുക്ക് നോക്കാം എന്താവും നമുക്കറിയില്ല. സോ ലെറ്റ്സ് സീ. വെട്ടത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. സോ ഞാനിന്ന് കളർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രീക്സിൻ്റെ ഹെയർ കളറാണ്. ഈ കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എടുത്ത കളർ വൈബ്രൻറ്റ് ബ്ലോണ്ട് ആണ്. സോ ലെറ്റ്സ് സീ ഈ കളർ വരുമില്ല നമുക്ക് നോക്കാം. സോ ഞാൻ ഈ മാവിലെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ലൈറ്റനിങ് ആണ്. സോ ഇതിന് നമ്മുടെ കയ്യിൽ 2 ബ്ലോണ്ട് പൗഡറുണ്ട്. സോ 2 ബ്ലോണ്ട് പൗഡറുണ്ട്. ഈ പൗഡർ നമ്മളൊരു പ്ലാസ്റ്റിക് ബോളിൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഡെവലപ്പർ കിട്ടും. ആ ഡെവലപ്പർ കൂടി മിക്സ് ചെയ്തെടുക്കാം. സോ ഈ തോന്നിവാസമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഗ്ലൗസ് ഇടാം. കാരണം കയ്യിൽ കവറാവുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു ഗ്ലൗസ് ഞാൻ ഹെയർ കളറിൻ്റെ കൂടെ കാണുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ളതാണ്. സാധാ പ്ലാസ്റ്റിക് ഗ്ലൗസ് അല്ല. ഇറ്റ്സ് ഗുഡ് ആൻഡ് ഇറ്റ്സ് ടു ഗുഡ്. നല്ല കോംഫി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ബ്ലോണ്ട് പൗഡർ ചെയ്യാം. പറഞ്ഞത് 2 ആഡ് ചെയ്യാനാണ്. എനിക്ക് അത്രയ്ക്ക് ലോങ് ഹെയർ ഒന്നും ഇല്ല. കൂടെ നമുക്കൊരു ആപ്ലിക്കേറ്റർ ബ്രഷ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്കിതിൻ്റെ കൂടെ കിട്ടിയ വേറൊരു സാധനമാണ് അലുമിനിയം ഫോയിൽ. ഇതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഹെയർ ഞാൻ ഇന്നലെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത ഹെയർ ആണ്. ഇതിലോട്ടാണ് നമ്മൾ ഇന്ന് ഇത് അപ്ലൈ ചെയ്യുന്നത്. സോ മൈ ഹെയർ ഇസ് ടു ബ്ലാക്കി നൗ. സോ അതുകൊണ്ട് ഞാനിതിന് പ്രീ ലൈനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇതിന് ലൈറ്റ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഹെയർ കളർ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ അടുത്ത ഇതിൻ്റെ കൂടെ മിക്സ് ആക്കാനായിട്ട് ഇത് ഇത്രയും പൗഡറുണ്ട്. ഇത്ര മെയിൻറ്റെയിൻ ചെയ്തെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് മതിയാവും. എന്നിരുന്നാലും നോക്കാം. ബാക്കി വന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ കൂടെ എനിക്കൊരു ബ്ലോണ്ടർ കിട്ടിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. ബൈ ദ വേ ഈ ലിപ്സ്റ്റിക് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഷെയ്ഡാണ്. ഇതിൻ്റെ ഇതെങ്ങനെ ചെയ്തെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. സോ നമ്മുടെ കാര്യത്തിന് പോകണ്ട. നമുക്കൊരു ഡെവലപ്പർ ഓപ്പൺ ചെയ്യാം. ഇവർ പറഞ്ഞത് ഈ ഒരു ഫുൾ ബോട്ടിൽ നമ്മൾ ഇതിനകത്തോട്ട് ഇടണമെന്നാണ്. അറിവുള്ളവർ പറഞ്ഞത് കേൾക്കാം. നമുക്ക് നോക്കാം. ഇത് 2 ലെയറായിട്ടാണ് നമുക്ക് കിടക്കുന്നത്. കൊടുത്ത പൈസയ്ക്ക് മുന്നിലായിട്ട് നമ്മൾ എല്ലാം ഒരു തുള്ളി ഉണ്ടെങ്കിൽ തുള്ളി വരെ ഇല്ലാത്തത് എന്നാണ് ഞാൻ പറയുന്നത്. നല്ല കുപ്പി ഞാൻ സൂക്ഷിച്ചു വാഷ് ചെയ്തു. എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സൂക്ഷിച്ചു. ഇതിപ്പോൾ അതെ 2 ലെയറായിട്ടാണ് ഇരിക്കുന്നത്. യു ഗൈസ് ക്യാൻ സീ ഇറ്റ്. ഇതിനെ ഞാൻ മിക്സ് ചെയ്ത് ഇത് കൊണ്ട് മിക്സ് ചെയ്യും. ശരി, ആ കളർ മാറി പോയെന്നല്ലേ. ഇത് പർപ്പിൾ ആവുന്നുണ്ട്. Mix until it
ഷോ എന്നൊന്നുമില്ല. മിക്സ് ഇറ്റ്. അവർ പറഞ്ഞ ശരിയാണ് കേട്ടോ. ഈ ഡെവലപ്പർ ഈ ഒരു മിക്സിന് ഫുള്ളും വേണ്ടിയിട്ട് തന്നെയാണ്. യു ക്യാൻ സീ ഇറ്റ്സ് നല്ലതുപോലെ ഡിസോൾവ് ആവുന്നു. ഈശ്വരാ, എൻ്റെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൊണ്ടാണ് പാത്രത്തിലാണ് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് റിഗ്രറ്റ് വരുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ ചെയ്യും. ഒരു തരി ഇല്ലാതാവണ വരെ നമ്മൾ മിക്സ് ചെയ്യും. ബൈ ദ വേ, ഞാൻ മലയാളിയാണ്. പക്ഷെ ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ പരിപാടി ഒപ്പിക്കുന്നത്. സോ മോസ്റ്റ്ലി എൻ്റെ ഫ്രണ്ട്സ് Trivandrum will be surprised to see this hair color. So what I'll do this, I'll give them a surprise, a good surprise. Like ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയുന്നു ഞാൻ ചെയ്തു. സോറി പറഞ്ഞിട്ട്. പക്ഷേ ഇത് വൃത്തികെട്ട മണമായിരുന്നു. പിന്നെ അന്നനാളം വരെ കത്തിപ്പോയിരുന്നു. എൻ്റെ കണ്ണൊക്കെ തുറന്ന് ആക്ച്വലി. ഐ തിങ്ക് ഐ ഹാവ് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഇങ്ങനത്തെ കളറാണ്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. കളർ മാറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഹോസ്റ്റലിരിക്കുമ്പോൾ എന്തൊക്കെ തോന്നാസം വെറുതെ ഇരിക്കുകയാണ് ചെയ്യാനുള്ള ഒരു യൂട്യൂബ് ക്ലാസ്സാണ് ഞാനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു പഴയ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ കളർ ഞാനെൻ്റെ ഡ്രസ്സിൽ നല്ല ഉടുപ്പിലായി കഴിഞ്ഞ് ചീത്തയായി കഴിഞ്ഞ് എന്ത് ചെയ്യും? പിന്നെ എൻ്റെ ബാംഗ്ലൂരിലുള്ള ഫ്രണ്ട്സിന് മലയാളം മനസ്സിലാവില്ല എന്നറിയാം. പക്ഷെ നിങ്ങൾ ആക്ഷൻസ് കണ്ട് മനസ്സിലാക്കുന്ന തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഞാൻ കന്നഡ പഠിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കന്നഡയിൽ വീഡിയോ ചെയ്യും. And my hair is too messy right now. So what I'm going to do is, ഇത് മിക്സ് ആയി കഴിഞ്ഞു. So I'll do the next step. Like ഞാൻ എൻ്റെ ഹെയർ നല്ലപോലെ കോംപ് ചെയ്ത് 2 സൈഡ് പാർട്ടീഷൻസ് ആയിട്ട് എടുക്കാൻ പോവാണ്. സോ ആസ് യു ക്യാൻ സീ ഞാൻ ഈ സൈഡിലെ ഹെയറാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് എനിക്ക് ഫ്രണ്ടിൽ കുറച്ച് ഗ്രേ ഹെയർസ് ഉണ്ട്. So I'm separating this hair right now. അവർ പറഞ്ഞത് നമ്മൾ ഫോയിലിൽ വെക്കണം എന്നതാണ്. ഈ ഹെയർ മാത്രം പിന്നെ ഇത്രയും ഹെയർ ഞാൻ എടുത്തു. ഇത്രയും ഹെയർ നമുക്ക് ഇത് വയ്ക്കാം. നോട്ട് ഷെയർ ഇതിൻ്റെ ഷെയർ ഒരു വയ്ക്കാൻ ഇങ്ങനെ വയ്ക്കാം. സോ ഇതൊരു ലോങ് പ്രോസസ്സാണ്. എല്ലാവരും ഇട്ട് ചെയ്യുന്നത്. മാക്സിമം ഞാൻ ചെറുതാക്കി വീഡിയോ എടുക്കാം. എല്ലാവരും ട്രോളരുത് ദൈവത്തെ. Your plate gone. What you get? For this size. You have to leave.
Okay guys, so I did it like this. Somewhat എന്തൊക്കെയോ ചെയ്ത് നോട്ടിക്ക് ഇങ്ങനെയൊക്കെ ആക്കി. ഈ ഫസ്റ്റ് ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ എൻ്റെ റൂംമേറ്റ് ആൻഡ് അതർ തിങ്സ് ഞാൻ ഡിഡ് ഇങ്ങനെ ആക്കി. ലെറ്റ്സ് സീ ദ ഫൈനൽ റിസൾട്ട് ആഫ്റ്റർ 30 minutes. So I'll wait until 30 minutes. So ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോവാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്യൂബ് കിട്ടും. ഇതാണ് നമ്മുടെ ശരിക്കുള്ള കളറൻ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ കളറൻ്റ് എടുത്ത് മിക്സ് ആക്കും. ദാറ്റ് ഞാനിത് ആദ്യമേ ചെയ്തായിരുന്നു. ആൻഡ് അങ്ങനത്തെ തന്നെ വേറൊരു ഡെവലപ്പർ നോട്ടിലും കൂടി കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് സംവാട്ട് സ്മോളർ ദാൻ ദി അതർ വൺ. സോ ഇനി നമ്മളിതിലൊഴിച്ച് മിക്സ് ആക്കണം എന്നാണ് അവർ പറയുന്നത്. ലെറ്റ്സ് സീ. ബട്ട് ഗൈസ് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, ഈ അലുമിനിയം ഫോയിൽ ഭയങ്കര ചൂടാവുന്നുണ്ട്. മേ ബി ബിക്കോസ് ഓഫ് ദ ബ്ലീച്ച് കണ്ടന്റ് ദേ ആർ യൂസിങ്. ആൻഡ് ദാറ്റ് ഈസ് റിയലി വർക്കിംഗ് ഓൺ മൈ ഹെയർ ആസ് യു ക്യാൻ സീ ഹിയർ. Life of a YouTuber. ഞാൻ ബ്രഷ് കഴിയുന്നുണ്ട്. ഈ ബ്രഷ് നമ്മൾ വാഷ് ചെയ്തിട്ട് ഇതിൽ മിക്സ് ആക്കാൻ വേണ്ടി പോകാം. സോ നമ്മളിതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഫൺ ഫാക്ട് ഇസ് ദാറ്റ് ഇതെൻ്റെ ന്യൂ ഹോസ്റ്റലാണ്. ഫസ്റ്റ് ഡേ ഓഫ് ദ ഹോസ്റ്റൽ തന്നെ ഞാൻ പരിപാടി ഒപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ ട്വിസ്റ്റ്. They don't need to take order. You are asking order, they don't need to take order. I don't want that. Easy necessary. But this is കുറച്ചേ ഉള്ളൂ. I don't know how this is going to work. Let's see. So ഞാനിത് പ്രോപ്പർലി മിക്സ് ആക്കിയിട്ടുണ്ട്. It's like this paste. Now we'll wait like
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളത് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ വേണം യൂസ് ചെയ്യാൻ. ഡു നോട്ട് യൂസ് സ്റ്റീൽ. അതവരവരുടെ ദിസ് പ്രിക്കോഷൻസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഡു നോട്ട് യൂസ് സ്റ്റീൽ എന്നുള്ളൊരു സംഭവം. സോ പ്ലീസ് യൂസ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്. മേ ബി അത്. സോ ഫൈനലി ദ മിക്സ്ചർ ജസ്റ്റ് ലുക്ക് ലൈക്ക് ദിസ്. ഇതാണ് നമ്മുടെ വൈബ്രൻറ്റ് ബ്ലോണ്ട് ഷെയ്ഡ് എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ വാഷിംഗ് ദീസ് തിങ്സ്, ആഫ്റ്റർ 30 minutes നമുക്ക് നോക്കാം ഇതും കൂടി. ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഏത് കളറാവുമെന്ന് എനിക്കറിയണം. സോ ഐ എം eagerly waiting. So guys, this is how my hair color changed. ആക്ച്വലി ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ലൈക്ക് നമ്മൾ ബ്ലീച്ച് ചെയ്തിട്ടേ ഉള്ളൂ ഹെയറിൽ. നമ്മളിനി കളർ ആൻഡ് അപ്ലൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നോട്ട് ടു സീ. ഞാൻ മിക്സ് ചെയ്ത് വെച്ച കളർ ആൻഡ് ഇപ്പം ഈ കളറായി. ലെറ്റ് മീ മിക്സ് ഇറ്റ്. ഓക്കെ, ഐ എം ലുക്കിംഗ്. എൻ്റെ മുടി ഇപ്പോൾ കണ്ടാൽ ശരിക്കും മറ്റേ നമ്മൾ ബാർബിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഉള്ള മുടിയുടെ കളറില്ല, അതുപോലെ കിടപ്പുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ദിസ് കളർ. സോ ലെറ്റ് സീ ആഫ്റ്റർ അപ്ലൈങ് ദിസ് ബ്ലോണ്ട് കളർ ഹൗ ഇറ്റ് വിൽ ചേഞ്ച്. ഇത് നമ്മുടെ ബ്ലീച്ച് ചെയ്ത കളറാണ്. സോ എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. So here is me with the final look. ഞാൻ വിചാരിച്ച പോലെ വന്നില്ല. This front hair completely messed up by. So I'm going to hide it like this. Otherwise I'm going to get it another color on this hair. And here as well. But towards this side it's looking good. Like high ഈ താഴെ ചെയ്തത് മാത്രം കൊള്ളാമെന്നായിരുന്നു. So it's an okay thing. Moreover, I look like someone else. So see, ഞാനത് ഇങ്ങനെ വരാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബട്ട് മേ ബി ഇത് സ്റ്റൈൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ സോ ഓക്കെ ഗൈസ്, യു ഡിസേർവ് ടു നോ ദിസ് ആൻസർ. നിങ്ങൾ കണ്ട എൻ്റെ ഹെയർ ഭയങ്കര ഡിസാസ്റ്റർ ആയിട്ടാണ് വന്നത് ആഫ്റ്റർ മൈ ഭയങ്കര അൺപ്ലാൻ ചെയ്ത ഹെയർ കളറിങ്. സോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഹെയർ ഡൈ മേടിച്ചു. ആ അലമ്പായ ഭാഗം ഈ ഫ്രണ്ട് മൊത്തം ഞാൻ ബ്ലാക്ക് ഹെയർ ഡൈ ചെയ്തു. ദെൻ എനിക്ക് കുറച്ച് നെറ്റ് കയറി കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കുറച്ച് ചെറിയ ടൈനി ബാങ്ക്സ് പോലെ കെട്ടിയിട്ട് ഞാൻ ദിസ് ഇസ് മൈ ലുക്ക്. നൗ ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. So ഇതാണ് എൻ്റെ ഫൈനൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഫൈനൽ ലുക്ക്. ഇഫ് യു ഗൈസ് ലൈക്ക് ഇറ്റ്, ഡു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഓൺ ദിസ് ചാനൽ. ഇനി ഇതുപോലത്തുള്ള കുറേ എക്സ്പെരിമെൻറ്റ്സും കുറേ വെറൈറ്റി വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.